നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ MNS എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് KCA അതായത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആലപ്പുഴയുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഗ്രൗണ്ടിൽ വളരെയധികം വെള്ളം വരാറുണ്ട്. അപ്പൊ ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ ഈ കാണുന്നത് പോലെ ഇതിന് ചുറ്റുമായിട്ട് മുഴുവൻ ഓട കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓടയിലേക്കാണ് ഈ വെള്ളം, ഈ ഗ്രൗണ്ടിൽ വരുന്ന കംപ്ലീറ്റ് വെള്ളം ഈ ഒരു ഓടയിലേക്കാണ് വരുന്നത്. ആ ഓടയിൽ നിന്ന് ഇത് നേരെ പോകുന്നത് ഈ കാണുന്ന ഒരു കുളത്തിലോട്ട് സ്റ്റോറേജ്. മഴ പെയ്യുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിൽ ഫുള്ളായിട്ട് വെള്ളം നിറയും. അതോടൊപ്പം തന്നെ ഈ കുളവും പെട്ടെന്ന് തന്നെ നിറയും. അപ്പോൾ ഈ ഓടയ്ക്കകത്തുള്ള വെള്ളം ഒന്നും തന്നെ ഈ കുളത്തിലോട്ട് പോകാൻ പറ്റാതെ ഫുള്ളായിട്ട് സ്റ്റക്കപ്പ് ആവുകയും ചെയ്യും. അതുപോലെ ഗ്രൗണ്ടിൽ നിന്ന് വെള്ളം മാറത്തുമില്ല. അപ്പൊ ഇതാണ് ഈ മഴ പെയ്യുന്ന സമയത്തുള്ള ഒരു പ്രശ്നം. നമുക്കറിയാം, ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ പെട്ടെന്നൊന്നും തന്നെ വെള്ളം ഭൂമിയിലോട്ട് വലിഞ്ഞു പോവുകയും മാറുകയും ചെയ്യത്തില്ല. അപ്പൊ ഇതിനെല്ലാം കൂടെ ആയിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ കുളത്തിലെ വെള്ളം എത്ര പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ലെവൽ താഴുകയും ഈ ഓടയിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കുളത്തിലോട്ട് വരികയും നമുക്ക് ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. അതിന് നമ്മൾ ഒരു ഡീവാട്ടറിംഗ് പമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പമ്പ് പരിചയപ്പെടാം, അതിന്റെ ഇൻസ്റ്റാളേഷൻ നോക്കാം. ഈ ഒരു കുളത്തിന് 30 മീറ്റർ നീളം, 20 മീറ്റർ വീതി, അതുപോലെ 3 മീറ്റർ ഇതിന് താഴ്ചയുണ്ട്. അതായത് ഇതിൽ ഏകദേശം ഒരു 18 ലക്ഷത്തോളം ലിറ്റർ വെള്ളം ഇതിനകത്ത് സ്റ്റോർഡ് ആയിട്ടുണ്ട്. ഈ സൈറ്റില് ഡീവാട്ടറിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോംപ്ടൺ ബ്രാൻഡിന്റെ STPC 10.2 എന്ന് പറയുന്ന മോഡലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ ഏകദേശം ഒരു 3 അടിയോളം നമുക്ക് ഇത് ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫുൾ ബോഡി കാസ്റ്റ് ആൻഡ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഏകദേശം ഒരു 80 കിലോ വെയിറ്റും ഈ ഒരു പമ്പിനുണ്ട്. ഈ പമ്പ് ഫുള്ളി ബെയറിംഗ് ടൈപ്പ് ആയിട്ടുള്ളതാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പമ്പ് ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ അങ്ങനെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതിന്റെ നെയിം പ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ മോഡൽ വന്നിട്ട് STPC 10.2-29 എന്നാണ് ഈ മോഡൽ നമ്പർ. ഇതിന്റെ പവർ നോക്കി കഴിഞ്ഞാൽ 7.5 kW അല്ലെങ്കിൽ 10 HP. അതുപോലെ ഇതിന്റെ ഹെഡ് റേഞ്ച് 10 മുതൽ 29 മീറ്റർ ആണ് മാക്സിമം ഹെഡ് റേഞ്ച്. ഡിസ്ചാർജ് നമുക്ക് 1680 ലിറ്റർ ആണ് നമുക്ക് മാക്സിമം ഡിസ്ചാർജ്. അതായത് 1,10,000 ലിറ്റർ നമുക്ക് മാക്സിമം ഡിസ്ചാർജ് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ഡെലിവറി സൈസ് 100 mm, അതായത് 4 ഇഞ്ചാണ് ഇതിന്റെ ഡെലിവറി സൈസ്. വോൾട്ടേജ് 415 വോൾട്ട്, അതായത് 3 ഫേസ് പമ്പാണ്. അതുപോലെ തന്നെ ഇതിന്റെ കറണ്ട് വന്നിട്ട് 16.5 ആംസ് ആണ് ഇതിന്റെ മാക്സിമം കറണ്ട്. അതായത് ഇതിന്റെ മാക്സിമം സോളിഡ് സൈസ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 mm ആണ് ഇതിന്റെ മാക്സിമം സോളിഡ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. സ്പീഡ് വന്നിട്ട് 2780 RPM ആണ്. അതുപോലെ തന്നെ ഇൻസുലേഷൻ വന്നിട്ട് F ക്ലാസ് ഇൻസുലേഷൻ ആണ് ഈ ഒരു പമ്പിന് കൊടുത്തേക്കുന്നത്. 10 HP ഈ പമ്പ് ഡയറക്റ്റ് ഓൺലൈൻ, അതായത് DOL കണക്ഷൻ ആണ് ഈ പമ്പിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈറ്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 4 ഇഞ്ചിന്റെ ഡെലിവറി ഹോസ് ആണ്. അത് ഗുഡ്വിൽ ബ്രാൻഡിന്റെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഹോസ് ആണ് നമ്മളിവിടെ ഈ സൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പമ്പും ഹോസും അതിന്റെ കേബിളും ഒക്കെ നമ്മൾ ഈ കുളത്തിന്റെ സൈഡിൽ കൊണ്ടുവന്നായിരുന്നു. അതിനുശേഷം ഈ കാണുന്ന 4 ഇഞ്ചിന്റെ ഹോസ് ഇതിനകത്തോട്ട് ചൂടാക്കി നമ്മൾ ഇത് പിടിപ്പിച്ചു. അതിന്റെ ക്ലിപ്പൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ കേബിളിന്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തു. ഫേസ് റൊട്ടേഷൻ എല്ലാം കറക്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ മറൈൻ റോപ്പ് ഉപയോഗിച്ച് ഇതിന്റെ ഹൂക്കിലെല്ലാം കെട്ടി സ്ട്രോങ് ആക്കിയതിനു ശേഷം നമ്മൾ പതിയെ ഈ പമ്പ് ഈ കുളത്തിനകത്തോട്ട് ഇറക്കി. അങ്ങനെ പമ്പിന്റെ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്റ്റാർട്ടർ ഓൺ ചെയ്തു. ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്നത് പോലെ ഈ ഒരാളിന് പിടിക്കാൻ പറ്റാത്ത വെയിറ്റിലുള്ള ഒരു പെർഫോമൻസ് പവർ ഇങ്ങനെ ചാടി തിമിർന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് വന്നു. പിന്നെ അവിടെ ഒരു നദി ഒഴുകുന്നതാണ് നമ്മൾ ഈ കാണുന്ന പോലെ കണ്ടത്. അത്രത്തോളം വെള്ളം ഇതിൽ നിന്ന് പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പമ്പിൽ നിന്ന്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുളത്തിലെ വെള്ളം താഴ്ന്നു വരികയും അതുപോലെ ഓടയിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുകയും വരുന്നുണ്ട്. അത് നമുക്ക് വിഷ്വലായിട്ട് നമുക്ക് കാണാൻ പറ്റി. അത്രത്തോളം ഓളി ഇതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പമ്പിന്റെ കറണ്ട് നോക്കുമ്പോൾ 12 ആംസ് ആണ് വരുന്നത്. 11.8 മുതൽ 12 ആംസ് വരെ നമുക്ക് ഈ ഡിജിറ്റൽ മീറ്ററിൽ നമുക്കത് കാണാൻ പറ്റും. ഇത്ര നല്ല പെർഫോമൻസ് തരുന്നുണ്ട്, നല്ല കറണ്ടും കുറവാണ്. അപ്പൊ ഈ പോകുന്ന വെള്ളം പുറത്തുള്ള ഒരു ട്രെയിനിലോട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡ്രെയിനേജ് ലൈൻ പോകുന്നുണ്ട് പുറത്തോട്ട്, അതിനകത്തോട്ടാണ് ഈ കംപ്ലീറ്റ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു മോഹം ഈ ഒരു ഹോസ് ഒന്ന് എടുത്ത് അതിന്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാനും പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ വെള്ളം ചീറ്റി പോകുന്നുണ്ട്. നല്ല രീതിക്ക് അതിന്റെ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇൻസ്റ്റാളേഷന് നമ്മുടെ കേരളത്തിലെ ക്രോംപ്ടന്റെ ഇൻചാർജ് മിസ്റ്റർ വിമൽ സാർ നമ്മുടെ കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പുഴയുള്ള സർവീസ് ഇൻചാർജ് ഷൈജു ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ കണ്ട പോലെ നല്ല സൂപ്പർ പെർഫോമൻസ് നമുക്ക് കിട്ടി. ഇങ്ങനെയുള്ള സിമിലർ വർക്ക്സ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വാട്സപ്പ് നമ്പറിലെല്ലാം ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ എവിടെ നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളുടെ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.